അദ്ദേഹത്തിന് നരേന്ദ്രമോദിജിയും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു പുതിയ ചുമതലയിൽ അയക്കുമ്പോൾ പാർട്ടിൻ്റെയും പാർട്ടി പ്രവർത്തകരുടെ എല്ലാവിധ ആശംസകൾ, ഓൾ ദി ബെസ്റ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ന്യൂസ് വന്ന ദിവസം ഞാൻ ടി വി കാണുമായിരുന്നു. രാജ്യസഭ നോമിനേഷൻ പ്രഖ്യാപിച്ച ആ ദിവസം ഒരു മീഡിയൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് റിയാക്ഷൻ? അപ്പം ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ കഷ്ടവും ആ വേദനകളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ സദാൻ മാസ്റ്റർജി അന്ന് ടി വിയോട് പറഞ്ഞത് വികസിത കേരളത്തിനെ കുറിച്ചാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. അപ്പം ഇതെല്ലാം അനുഭവിച്ച് സഹിച്ച ഒരു വ്യക്തി ഇന്നും നമ്മുടെ നാടിനെക്കുറിച്ച്, നാടിൻ്റെ ഭാവിയെക്കുറിച്ച്, ഭാവി തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ സദാനന്ദ മാസ്റ്റർജി. എനിക്കൊരു സംശയമില്ല, അദ്ദേഹം പാർലമെൻറ്റിൽ പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് കാഴ്ചപ്പാടെല്ലാം അവതരിക്കുന്ന ഒരു അവസരം നരേന്ദ്രമോദിജി തന്ന് അദ്ദേഹം അവിടെ പോകുമ്പോൾ ഈ വികസിത കേരളത്തിനെ കുറിച്ച് അവിടെയും അദ്ദേഹം സംസാരിക്കും, മുമ്പോട്ട് വയ്ക്കും. എനിക്ക് ഇതിനെ കുറിച്ച് നരേന്ദ്രമോദിജിയും അമിത് ഷാജിയും നഡ്ഡാജിയും നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഓഫ് ഇന്ത്യയ്ക്കും പാർട്ടീൻ്റെ പേരിലും പാർട്ടീൻ്റെ എല്ലാ പ്രവർത്തകരുടെ പേരും ഞാൻ നന്ദി പറയുന്നു. ഇത് ഞങ്ങൾക്കൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. അത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.